നാഗ് അശ്വിൻ സംവിധാനം ചെയ്ത് ഇപ്പോൾ തിയേറ്ററിൽ ഗംഭീര അഭിപ്രായം നേടി പ്രഭാസ്, അമിതാഭ് ബച്ചൻ, ദീപിക പത്കോൺ, കമലഹാസൻ തുടങ്ങിയ വമ്പൻ താരനിരകൾ അണിനിരുന്ന സിനിമയാണ് കൽക്കി. ഈ ഒരു സിനിമ ഇതുവരെ കാണാത്തവരാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും കാണാതിരിക്കുക, കാരണം ഇതൊരു സ്പോയിലർ അലേർട്ടാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഒരൊറ്റ വൺലൈനിൽ പറയുകയാണെങ്കിൽ കൽക്കി 2898 AD എന്ന് പറയുന്ന സിനിമ ഒരു സയന്റിഫിക് ഫിക്ഷണൽ മൂവിയാണ്. ഈ ഒരു സിനിമയുടെ മെയിൻ പ്ലോട്ട് എന്ന് പറയുന്നത് മഹാഭാരതമാണ്. കൽക്കി എന്ന് പറയുന്ന സിനിമ കലിയുഗത്തിന്റെ റിപ്പീറ്റേഷൻ ആണ്. അതായത് 6000 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന ഒരു സംഭവമാണ് കൽക്കി എന്ന് പറയുന്ന സിനിമ. അപ്പോൾ ഈ ഒരു സിനിമയിൽ മഹാഭാരതത്തിന്റെ റിപ്പീറ്റേഷൻ ആയതുകൊണ്ട് തന്നെ മഹാഭാരതത്തിലെ ക്യാരക്ടേഴ്സിന്റെ റിപ്പീറ്റേഷൻ നമുക്ക് കാണാൻ സാധിക്കും. തിയേറ്ററിൽ വലിയ ഓളമൊന്നും സൃഷ്ടിക്കാൻ സാധിക്കാതെ പോയ ഒരു ക്യാരക്ടറാണ് അല്ലെങ്കിൽ ഒരു ക്യാമിയോ ആയിരുന്നു ദുൽഖർ സൽമാന്റെ ക്യാമിയോ. നായകനായ പ്രഭാസിനെ എടുത്തു വളർത്തുന്ന അല്ലെങ്കിൽ ദത്തച്ഛനാണ് ദുൽഖർ സൽമാന്റെ ക്യാരക്ടറായ ക്യാപ്റ്റൻ എന്ന് പറയുന്നത്. വേണ്ടവിധ ആയുധ പരിശീലനങ്ങൾ നൽകുന്നതും ദുൽഖർ സൽമാന്റെ ക്യാരക്ടറായ ക്യാപ്റ്റനാണ്. ഇനി ഈ ഒരു ക്യാരക്ടർ മഹാഭാരതത്തിൽ നോക്കുകയാണെങ്കിൽ കർണൻ എന്ന കഥാപാത്രമാണ് പ്രഭാസ് മഹാഭാരതത്തിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ കർണന്റെ ഗുരുസ്ഥാൻ ആരെന്ന് നോക്കിക്കഴിഞ്ഞാൽ പരശുരാമനാണ്. വേണ്ടവിധ ആയുധ പരിശീലനങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു കൊടുക്കുന്നത് പരശുരാമനാണ്. ദുൽഖർ തന്നെയാണ് പരശുരാം എന്നതിനുള്ള മറ്റൊരു തെളിവാണ് പരശുരാം എന്നാൽ ചിരഞ്ജീവിയാണ്, അതായത് മരണമില്ലാത്ത. ദുൽഖറിന്റെ ക്യാരക്ടറായ ക്യാപ്റ്റനാണ് പ്രഭാസിന്റെ ക്യാരക്ടറായ ഭൈരവി എടുത്തു വളർത്തുന്നതെങ്കിൽ പോലും ഭൈരവിക്ക് വളർച്ച ഉണ്ടെങ്കിൽ പോലും ദുൽഖറിന്റെ ക്യാരക്ടറിന് യാതൊരു വാർദ്ധക്യമോ അങ്ങനെ ഒന്നും തന്നെയില്ല. ഇതിലൂടെ തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ദുൽഖർ തന്നെയാണ് പരശുരാം എന്നത്. ഇതെല്ലാം ഊഹാഭോഹങ്ങൾ മാത്രമാണ്. ട്വിറ്ററിൽ നിന്നും യൂട്യൂബിൽ നിന്നും കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. എന്ത് തന്നെയാലും കൽക്കിയുടെ രണ്ടാം ഭാഗത്തിൽ ദുൽഖർ സൽമാന് എക്സ്റ്റൻഡഡ് ക്യാമിയോ ഉണ്ടാകുമെന്നാണ് റൂമർ അപ്ഡേറ്റുകൾ പറയുന്നത്. എന്ത് തന്നെയാലും സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റിന് വേണ്ടി കാത്തിരിക്കാം.